C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പ്രീതി ഇല്ലല്ലോ കൂടെ. അപ്പോ മോനെ, എന്തായി മോനെ? വസുമതി ആന്റി പൂർണ്ണ മനസ്സോടെ പ്രീതി സ്വീകരിച്ചു. ഒരു കുഴപ്പമില്ലെന്നാണോ? എന്താ സുസ്മിത, നിനക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണമെന്നാണോ ആഗ്രഹം? അങ്ങനെയല്ല. ഇവിടെ തീപ്പന്തം പോലെ നിന്ന വസുമതി ആന്റി എങ്ങനെയാ അവിടെ താലപ്പൊലി കൊടുത്ത് പ്രീതിയെ സ്വീകരിച്ചതെന്നാ? എന്തിനാ സുസ്മിത നീ ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? ശരി, ഞാൻ പോസിറ്റീവായി കളയാം. എന്തായാലും പ്രീതി അവിടെ സന്തോഷമായിട്ടിരിക്കല്ലേ. നമുക്കും കൂടി അത് നേരിൽ പോയി കാണാം. വണ്ടി എടുക്കാൻഡി. എന്റെ അമ്മ ഇപ്പൊ പോണ്ട. അപ്പൊ ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്ന് നിബന്ധനയുണ്ട്. വേറെന്തൊക്കെയാണാവോ പ്രീതി അവിടെ പാർപ്പിക്കാനുള്ള ഉപാധികൾ? അങ്ങനെ ഉപാധികളൊന്നുമില്ല. എന്റെ അമ്മ പ്രീതി അവിടെ കൊണ്ടുവിട്ടാണ് തൊട്ടു പിന്നാലെ നമ്മളവിടെ ഇൻസ്പെക്ഷൻ തന്ന അവർക്ക് എന്താ തോന്നുക? തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. പക്ഷെ ശാലിനി, ഇത് ഞാൻ പൊളിച്ചടുക്കും. പൊളിച്ചെടുക്കാൻ നീ ഇങ്ങ് വന്നേക്കടി. ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യനിങ്ങും കൂടി ചേർത്ത് തരുന്നുണ്ട് നിനക്ക് ഞാൻ. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല തലവേദന. അല്ല അല്ല അത് വിഷ്ണുവേട്ടാ. പൊടി. മോനെ, ശരിക്കും എന്താ? അപ്പോ ടെസ്റ്റ് നടത്തുമല്ലേ? നടത്തട്ടെ അച്ഛാ. അതോടെ പ്രീതിക്ക് നേരെയുള്ള ചൂണ്ടുവിരൽ വസുമതി ആന്റിക്ക് പിൻവലിക്കേണ്ടി വരും. പിന്നെ അഗ്നിശുദ്ധിയോടെ തലയുയർത്തി പ്രീതിക്ക് നിൽക്കാലോ. ജീവിതകാലം മുഴുവൻ പ്രീതിയെ സംശയിച്ചതിന്റെ പശ്ചാത്താപത്തിൽ ഒരുകേണ്ടി വരും വസുമതി ആന്റിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.